بسم الله الرحمن الرحيم. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى نادانا. يا طيبة يا طيبة يا داوى العيانة، اشتقنا لك والهوى نادانا، والهوى. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر، ذلك خير وأحسن تأويلا. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما، كتاب الله وسنة رسوله. صلى الإله على ابن آمنة الذي
جاءت به سمح اليدين كريما لا كان جبارا ولا متكبرا بل كان برا بالعباد رحيما صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على حبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖുർആൻ, സുന്നത്ത്, മദ്ഹബ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചെറു വിവരണമാണ് ഈ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് മദ്ഹബ് എന്ന് പറയുന്ന വിഷയം. പല ആളുകൾക്കും പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുള്ളത് ഖുർആനും ഹദീസും മദ്ഹബും തമ്മിലുള്ള ബന്ധം പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹു തആല ഈ വിഷയത്തെക്കുറിച്ച് നാം ചെറിയ തോതിൽ പഠിക്കുമ്പോൾ ഒരളവോളം അത്തരം തെറ്റിദ്ധാരണകൾ തിരുത്താനും വിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാന്താവ് അത് ശരിയായ മാർഗമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന് മാർഗദർശനമായി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ്. അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട 3 വേദഗ്രന്ഥങ്ങളിലുള്ളതും 100ഓളം ലഘുലേഖകളിൽ ഉള്ളതുമായ മുഴുവൻ കാര്യങ്ങളെയും ഉൾക്കൊള്ളുകയും ഖിയാമത്ത് നാൾ വരെയുള്ള മാനവ സമൂഹത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യർക്ക് ആവശ്യമായ ഒന്നും പരാമർശിക്കാതെ ഖുർആൻ ഉപേക്ഷിച്ചിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇ വഹുദൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. നബിയെ, വിശുദ്ധ ഖുർആനിനെ നാം അങ്ങയുടെ മേൽ അവതരിപ്പിച്ചു തന്നത് തിബിയാനൻ ലികുല്ലി ശൈഇ, എല്ലാ വസ്തുതകളെയും വിശദീകരിച്ചുകൊണ്ടാണ്. വഹുദൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ, അത് നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരുന്നതും മുസ്ലിമായി ജീവിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതുമായ ഗ്രന്ഥമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ മനുഷ്യർക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അള്ളാഹ് പറഞ്ഞു, വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളുടെയും ഉപമകൾ. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണിത്. എല്ലാ കാര്യങ്ങളെയും ഖുർആനിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഓരോ മസ്അലകളെയും ഓരോന്നായി വേർതിരിച്ചു പറയുക എന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മസ്അലകൾക്കും ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇതിൽ ഉപമയായോ അതല്ലെങ്കിൽ ഓരോന്നിന്റെയും മസ്അലകൾ പിടിച്ചെടുക്കാൻ ആവശ്യമായ അടിസ്ഥാന തത്വങ്ങളോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, മാ മിൻ ഹാദിസത്തിൻ വഖഅത്ത് ഔ സതഖഉ ഇലാ യൗമിൽ ഖിയാമ. ഇന്ന് വരെ ലോകത്ത് സംഭവിച്ച എന്തൊക്കെ വിഷയങ്ങളുണ്ടോ
ഇനി അന്ത്യനാൾ വരെ വരാനുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ? ഇല്ലാ വലഹാ ഫീ കിതാബില്ലാഹി അസ്സ വജല്ല മൻസഉം വമദ്ഹർ. അല്ലാഹുവിന്റെ ഖുർആനിൽ അവർക്കൊക്കെ അതിന്റെ മസ്അല പിടിച്ചെടുക്കാനുള്ള അടിസ്ഥാന കാരണങ്ങൾ അല്ലാഹു ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അതറിഞ്ഞവരറിഞ്ഞു, അറിയാത്തവരറിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളെയും അല്ലാഹു ഈ രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഖുർആനിൽ ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും നേർക്ക് നേരെ ഖുർആനിൽ നിന്ന് അത് ഗ്രഹിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ അവതരണ രീതി തന്നെ ഒരു പ്രത്യേക ശൈലിയിലാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ലഘുലേഖകൾ എഴുതി ജനങ്ങൾക്കിടയിൽ വിതരണം നടത്തി ഇത് വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക് എന്ന് പറയാറുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിക്കാൻ ആ മാർഗമല്ല തെരഞ്ഞെടുത്തത്. അറബി അറിയാവുന്ന അറബികൾക്കിടയിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ധാരാളം കോപ്പികൾ അടിച്ച് വിതരണം ചെയ്ത് ഇതാ നിങ്ങളുടെ മതം ഇതിലുണ്ട്, ഓരോരുത്തരും നേർക്ക് നേരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അല്ലാഹു ഖുർആൻ കൊടുത്തില്ല. മറിച്ച് അല്ലാഹു ചെയ്തതെന്താണ്? ഈ ഖുർആനിനെ അങ്ങനെ ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലല്ല അല്ലാഹു സംവിധാനിച്ചത്. അത് പ്രായോഗികമായി ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രത്യേകമായി അല്ലാഹു തെരഞ്ഞെടുത്ത ആളു തന്നെ വേണം. അതിനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന മധ്യവർത്തിയെ അല്ലാഹു നമുക്കിടയിൽ ഈ ഖുർആൻ തരാൻ വേണ്ടി നിശ്ചയിച്ചത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം അങ്ങയുടെ കയ്യിലേക്ക് തന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കോപ്പി കൊടുത്ത് നിങ്ങൾ നോക്കി പഠിച്ചോ എന്ന് പറയാതെ അതിന്റെ ഇടക്ക് നിങ്ങളെ വെച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എന്തിനു തന്നു? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഈ കിതാബ് അങ്ങ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഖുർആനിൽ ഉണ്ടെങ്കിലും അത് എല്ലാവർക്കും നേർക്ക് നേരെ വിശദീകരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് വിശകലനം നടത്താനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഈ വിശുദ്ധ ഖുർആൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് തന്നെ പൂർണ്ണമായും ഒരു ഗ്രന്ഥത്തിലാക്കി ഒറ്റയടിക്ക് കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ നീണ്ട 23 കൊല്ലക്കാലം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അതുതന്നെ ഖുർആനിന്റെ ഗാംഭീര്യവും അതിന്റെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് ബോധ്യമാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരണം. അപ്പോൾ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവുമാണ്. ഖുർആനിൽ തന്നെ എല്ലാ വിഷയങ്ങളും ഉണ്ടെങ്കിലും അതിന്റെ വ്യാഖ്യാനം എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അഥവാ സുന്നത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായി മാറുന്നത്. കാരണം എന്താണ്? ഈ വ്യാഖ്യാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വകയായി പറയുന്നതല്ല. അല്ലാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നു പോകുമോ എന്ന് വെപ്രാളപ്പെട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുമ്പോഴേക്ക് നബി തങ്ങൾ ഇങ്ങനെ ഓതാൻ തുടങ്ങും. അപ്പൊ അല്ലാഹു പറഞ്ഞു, നബിയെ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. ധൃതി കാണിച്ച് അങ്ങ് ഒരിക്കലും നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. വിശുദ്ധ ഗ്രന്ഥത്തെ അങ്ങയുടെ ഹൃദയത്തിൽ നാം അതിനെ ഒരുമിച്ച് കൂട്ടിത്തരും, ഓതിത്തരുകയും ചെയ്യും. നിങ്ങൾ വെപ്രാളപ്പെടണ്ട. ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നാം അങ്ങേക്ക് ഓതിത്തന്നാൽ അതിനുശേഷം അത് പിന്തുടർന്നോതുക, ധൃതി വേണ്ട. സുമ്മ ഇന്ന അലൈനാ ബയാന. പിന്നെ അത് അങ്ങേക്ക് നാം തന്നെ വ്യാഖ്യാനിച്ചു വിശദീകരിച്ചു തരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ വ്യാഖ്യാനം നമുക്ക് തരുന്നത് സ്വന്തം വകയിലല്ല, അതും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് അനുസരിച്ചാണ്. അപ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുർആനോടൊപ്പം അതിന്റെ വ്യാഖ്യാനമായ ഹദീസ് കൂടി ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമായി വരുന്നു.
ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ആർക്കും തർക്കമില്ല. ഖുർആൻ അംഗീകരിക്കണം, ഹദീസ് അംഗീകരിക്കണം എന്ന വിഷയത്തിൽ ഈ കാലഘട്ടത്തിന്റെ അടുക്ക് ഇസ്ലാമിക ലോകത്ത് രംഗത്ത് വന്ന ഒരവാന്തര വിഭാഗം പോലും, കാര്യമായി എടുത്തു പറയാവുന്ന വിഭാഗങ്ങൾ ആരും ഖുർആനിനെയും ഹദീസിനെയും തള്ളണം എന്ന് പറഞ്ഞു വന്നിട്ടില്ല. തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഖുർആനും സ്വീകരിക്കണം, ഹദീസും സ്വീകരിക്കണം. പിന്നെ മുസ്ലിം സമുദായത്തിൽ എവിടെയാണ് കുഴപ്പം വന്നത്? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ കുഴപ്പം വരാതിരിക്കാൻ. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യമാ വിട്ടുകൊണ്ടാണ് പോകുന്നത്. ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ആരും പഴച്ചു പോവുകയില്ല. അതേതാണ്? കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാവുന്ന സുന്നത്തുമാണ്. ഇത് രണ്ടും മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം ആരും പഴച്ചു പോകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം എല്ലാവരും പറയുന്നു ഖുർആൻ സ്വീകരിക്കണം, ഹദീസ് സ്വീകരിക്കണം. എല്ലാവരും ഈ തത്വം അംഗീകരിക്കും. പിന്നെ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് വിഭാഗങ്ങളായി ഭിന്നത ഉണ്ടായത്? അവിടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മദ്ഹബ് കടന്നു വരുന്നത്. ഖുർആനും ഹദീസും സ്വീകരിക്കണം എന്നതിൽ തർക്കമില്ല. അത് സ്വീകരിക്കുന്നതിന്റെ രീതിശാസ്ത്രത്തിലാണ് തർക്കം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തുള്ള മുഴുവൻ കക്ഷികളുടെയും വാദം ഖുർആനും ഹദീസും മുറുകെ പിടിച്ചു ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ പ്രായോഗിക രീതി എന്താണ്? ഓരോരുത്തരും വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ച് എഴുതി വെച്ച മുസ്ഹഫ് എടുക്കുക, അത് മേശപ്പുറത്ത് വെക്കുക. കിട്ടാവുന്നിടത്തോളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളും മേശപ്പുറത്ത് വെക്കുക. എന്തെങ്കിലും ഒരു മതപരമായ വിഷയം വന്നാൽ ഖുർആൻ മറിച്ചു വെക്കുക ആദ്യം, അതിന് കാണുന്നില്ലെങ്കിൽ ഹദീസ് മറിച്ചു വെക്കുക. ആ രണ്ട് കിതാബിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തുള്ള മുഴുവൻ കക്ഷികളും ഖുർആനും ഹദീസും സ്വീകരിക്കുക എന്നതിന്റെ പ്രായോഗിക രീതിയായി പറഞ്ഞു തരുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പറയുന്നത് എന്താണ്? ഖുർആനും ഹദീസും സ്വീകരിക്കുന്നതിന്റെ പ്രായോഗിക രീതി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കാണോ ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്, ആ സ്വഹാബികളും താബിഈങ്ങളും അയിമ്മത്തുകളും ഖുർആനിനും ഹദീസിനും നൽകിയ വ്യാഖ്യാനം അനുസരിച്ച് ഖുർആനും സുന്നത്തും സ്വീകരിക്കുക. അതാണ് സുന്നികൾ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നതിന്റെ രീതി. മറ്റുള്ളവർ സ്വഹാബത്ത് എന്തു പറഞ്ഞു, താബീങ്ങൾ എന്തു പറഞ്ഞു, ഇമാമീങ്ങൾ എന്തു പറഞ്ഞു എന്ന് നോക്കേണ്ടതില്ല. നാം ഓരോരുത്തരും നേർക്ക് നേരെ ഖുർആനും ഹദീസും പരിശോധിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊള്ളണം. ഇതാണ് സർവ്വ തിരുത്തൽവാദികളുടെയും വാദം. ഇനി ഒന്നാമതായി ആ വാദത്തിന് വേണ്ടി അവരവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ. ഒന്നാമത്തെ തെളിവ്, അവർ പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 59ാമത്തെ ഒരു സൂക്തത്തിന്റെ പകുതി ഭാഗം ഓതും. എന്താണത്? ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഫഇൻ തനാസഅതും, ഇനി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നാൽ, ഫീ ശൈഇൻ, വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കുക. എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് മടക്കണം. വറസൂലി, റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ ഹദീസിലേക്ക് മടക്കണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നമ്മൾ ഖുർആനെ നോക്കേണ്ടതുള്ളൂ, ഹദീസെ നോക്കേണ്ടതുള്ളൂ. ഇവിടെ നമ്മൾ ഒന്നാമതായി ചിന്തിക്കുക, ഈ ആയത്ത് ആദ്യം മുതൽ അവസാനം വരെ അർത്ഥം പറഞ്ഞാൽ ഇവരുടെ ഈ വാദത്തിന്റെ നേരെ എതിരാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ആയത്തിന്റെ തുടക്കം തന്നെ എന്താ? അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ നിങ്ങൾ സ്വീകരിക്കണം. വ അത്തിയുർ റസൂല, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കണം, അഥവാ ഹദീസ് സ്വീകരിക്കണം. ഉടനെ പറയുന്നു, ഉലിൽ അംരി മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള
കാര്യം പറയാൻ ശേഷിയുള്ള ആളുകളെ സ്വീകരിക്കണം. സർവ ഇമാമിങ്ങളും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുന്നു, അതിലൊന്നാം സ്ഥാനത്തുള്ളത് അഇമ്മത്തുകളാണ്, മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. ഈ സമുദായത്തിൽ മതകാര്യം പഠിച്ച പണ്ഡിതന്മാരാണ്, അവരെയും നിങ്ങൾ അംഗീകരിക്കണം എന്നു പറഞ്ഞതിന് ശേഷമാണ് ഫഇൻ തനാസഅതും എന്ന വാക്ക് തുടങ്ങുന്നത്. ആദ്യം ഇവർ വായിക്കൂല. അപ്പൊ ആദ്യം പറഞ്ഞത് ഖുർആനും അംഗീകരിക്കണം, ഹദീസും അംഗീകരിക്കണം, ഇമാമിങ്ങളെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാണ് ഫഇൻ തനാസഅതും, ഇനി നിങ്ങൾക്ക് വല്ല തർക്കവും ഉണ്ടായാൽ, ഇവിടെ നിങ്ങൾക്ക് വല്ല തർക്കവും ഉണ്ടായാൽ എന്ന് പറഞ്ഞ നിങ്ങൾ ആരാണ്? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, ആ പറഞ്ഞത് മദ്ഹബിന്റെ ഇമാമുകളെ പോലുള്ള അയിമ്മത്തുകളോടാണ്, നമ്മൾ സാധാരണക്കാരോടല്ല. അല്ലെങ്കിൽ ഈ ആയത്ത് നിരർത്ഥകമാണ്. ഒരാളോട് പറയാ നിങ്ങളെ പ്രശ്നം തീർക്കാൻ ഈ മൂന്നാള് പറഞ്ഞ് കേട്ടാ മതി എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറയാ ഇനി നിങ്ങൾക്കിടെ തർക്കമുണ്ടായാൽ ഒരാളെ തട്ടിക്കളഞ്ഞ് ബാക്കി രണ്ടാള് പറഞ്ഞ് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ന്യായമുള്ളത്? ഒരാൾക്ക് എന്ത് തകരാറ് പറ്റി? അയാൾ തകരാറ് കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായത്? അങ്ങനെ അല്ലാഹ് പറയില്ല. അപ്പം നിങ്ങൾ ഖുർആനും അംഗീകരിക്കുക, ഹദീസും അംഗീകരിക്കുക, ഇമാമിങ്ങളെയും അംഗീകരിക്കുക എന്നു പറഞ്ഞതിന് ശേഷം ഫഇൻ തനാസഅതും, ഇനി നിങ്ങൾക്ക് വല്ല വിഷയത്തിലും അഭിപ്രായ ഭിന്നത, തർക്കമുണ്ടായി, അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? അവിടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് ആരോടാണ്? ഇമാമുകളോടാണ്. അഥവാ ഖുർആനിലും ഹദീസിലും വ്യക്തമായി വിധി പറയാത്ത വല്ല മസ്അലകളും ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അവിടെ നിങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കി ഇതിന് സമാനമായ വേറെ മസ്അലകൾ വന്നിട്ടുണ്ടാകും, അതിനോട് താരതമ്യപ്പെടുത്തി ഖിയാസാക്കി ഈ വിഷയത്തിന്റെയും വിധി പറയുക. ഇത് ഖിയാസ് ഇസ്ലാമിൽ പ്രമാണമാണ് എന്നതിന്റെ രേഖയാണ്, അതിനുള്ള ആയത്താണെന്നാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളണമെന്നല്ല, ഈ ആയത്ത് മൊത്തം പറയുന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ അവർക്ക് വ്യക്തമായി ഖുർആനിലും ഹദീസിലും വിധി പറയാത്ത മസ്അല കണ്ടെത്തിയാൽ വിധി പറഞ്ഞ മസ്അലയോട് താരതമ്യപ്പെടുത്തി വിധി പറയാത്ത മസ്അലയുടെ വിധി പറയണം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഖുർആനും ഹദീസും സ്വീകരിച്ച് മദ്ഹബിനെ തള്ളണം എന്നല്ല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത് ഒരു ഹദീസ് ഓതാറുണ്ട്. അതെന്താ? നേരത്തെ നമ്മൾ ഓതി തറക്തു ഫീകും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം വെച്ചു പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മുറുകെ പിടിച്ചാ വഴി തെറ്റൂല, അത് ഖുർആനും ഹദീസുമാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എന്തിനാ നമ്മൾ സ്വഹാബാക്കളെ, താബീങ്ങളെ, അയിമ്മത്തിനെ നോക്കേണ്ടത് എന്നാണ് ഇവരെ ചോദ്യം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞിടത്ത് നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളിൽ ഇട്ടുപോകുന്നു. എങ്ങനെയാണ് നബി തങ്ങൾ നമ്മളിൽ ഖുർആനും ഹദീസും ഇട്ടുപോയത്, ഉപേക്ഷിച്ചു പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഒരു ഗ്രന്ഥത്തിലാക്കി എഴുതി മേശപ്പുറത്ത് വെക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള കിതാബൊക്കെ നബി തങ്ങൾ രചിച്ച് മേശമ്മൽ വെക്കുകയും ചെയ്ത്, ഇതാ ഞാൻ ഖുർആനും ഹദീസും കൂടെ വെച്ച് പോകുകയാണ്, അത് പിന്തുടർന്ന് ജീവിച്ചോളൂ എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിബിതങ്ങൾ ഇതാ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇന്ന് നമ്മുടെ കൈവശമുള്ള പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ റബ്ബിൻ നാസ് വരേക്കുമുള്ള 114 അധ്യായങ്ങളും ഒരു പുസ്തകത്തിൽ തുന്നിക്കെട്ടിയ രീതിയിലുള്ള ഒരു മുസ്ഹഫ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഈ ഭൂമിയിലില്ല. നമ്മൾ ഓർക്കണം. എന്നാൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പരിശോധിക്കുകയും ഓദിപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഒരു ഗ്രന്ഥത്തിലേക്ക് എഴുതി ചേർത്തിട്ടില്ല. അത് വിവിധ താടിയോലകളിലും കല്ലുകളിലും എല്ലുകളിലും തോലിലും ഒക്കെ ആയിരുന്നു ഖുർആൻ എഴുതപ്പെട്ടത്. അത് മുഴുവനും ഒരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ച് മുസ്ഹഫ് രീതിയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ സ്വഹാബി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളാണ്. ഒരൊറ്റ കോപ്പിയാണ് സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് തന്നെ ആകുള്ളത്. അതും പൊതുജനങ്ങളുടെ കയ്യിലല്ല, മഹാനവറുകൾ പെട്ടിയിൽ സൂക്ഷിച്ചതാണ്. ജനങ്ങളുടെ കയ്യിൽ ഖുർആന്റെ കോപ്പി ഒന്നും കൊടുത്തിട്ടല്ല ഇത് പറഞ്ഞത്.
ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാകുന്ന ഹദീസ് അത് നബി തങ്ങൾ എഴുതി ഗ്രന്ഥത്തിലാക്കി ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഹദീസ് ഇട്ടു പോകുന്നു എന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് സ്വഹാബാക്കളെ തള്ളാം, മറ്റുള്ള മുഴുവൻ ആളുകളെയും തള്ളാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഗ്രന്ഥം അവിടത്തെ കൈ കൊണ്ട് എഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഹദീസ് എന്നിൽ നിന്ന് എഴുതരുത് എന്നാണ് ആദ്യകാലത്ത് അവിടുന്ന് ഉപദേശിച്ചത്. കാരണം ഖുർആൻ എഴുതുന്ന കാലമാണ്. അതുകൊണ്ട് രണ്ടും കൂടിക്കലർന്നു പോകാതിരിക്കാൻ വേണ്ടി ഹദീസ് എഴുതാതെ പഠിക്കാനാണ് സ്വഹാബാക്കളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളിൽ ഇതാ ഖുർആനും ഹദീസും വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രായോഗിക രീതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ പറയുന്നത് പോലെ ഗ്രന്ഥങ്ങളിലാക്കി എഴുതി വെച്ച് പോയതല്ല, മറിച്ച് 1.25 ലക്ഷത്തിലധികം വരുന്ന അവിടെ ശിഷ്യന്മാരെ പ്രായോഗികമായി ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ ഹൃദയത്തിലാണ് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനും ഹദീസുകളും എല്ലാം ഉള്ളത്. ആ സ്വഹാബാക്കളോടാണ് പറയുന്നത്, തറക്തു ഫീക്കും സ്വഹാബ, ഞാൻ നിങ്ങളിൽ ഇതാ വേദഗ്രന്ഥമാകുന്ന ഖുർആനും ഹദീസും വിട്ടുപോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. അപ്പൊ ആ സ്വഹാബാക്കളെ തള്ളിക്കൊണ്ട് ഒരു ഖുർആൻ, സ്വഹാബാക്കളുടെ വ്യാഖ്യാനം നോക്കാത്ത ഒരു ഹദീസ്, അങ്ങനെ ഒന്ന് ഇവിടെ ഒരാൾക്കും കാണിച്ചു തരാൻ കഴിയില്ല. സ്വഹാബാക്കളുമായി ബന്ധപ്പെടാത്ത ഒരു ഖുർആനും സ്വഹാബാക്കൾ പറയാത്ത ഒരു ഹദീസും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കളെ സ്വീകരിക്കാതെ, താബീങ്ങളെ സ്വീകരിക്കാതെ, ഇമാമിങ്ങളെ സ്വീകരിക്കാതെ ഖുർആനും ഹദീസും പിന്തുടരുക എന്നത് അസാധ്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് ഈ ആശയത്തിന് ഒരുപാട് തെളിവുകളുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിക്കേണ്ടതിന്റെ പ്രായോഗിക രൂപം നമ്മൾ പറയുന്നത്, ഒന്നാമതായി സ്വഹാബാക്കളെ സ്വീകരിക്കണം, രണ്ടാമത് താബീങ്ങളെയും താബീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച അയിമ്മത്തീങ്ങളെയും എല്ലാം പിന്തുടരുമ്പോഴാണ്, അവരുടെ വ്യാഖ്യാനം അനുസരിച്ചാണ് ഖുർആനും ഹദീസും സ്വീകരിക്കേണ്ടത് എന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പറയുന്നു. ആ പറയുന്നതിന്റെ തെളിവുകൾ എന്താണ്? ഖുർആനിലുടനീളം അതിന്റെ തെളിവ് തന്നെയാണുള്ളത്. ഒന്നാമതായി അല്ലാഹ് പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഓരോ ദിവസവും 17 തവണ നിർബന്ധമായും നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ നേരായ മാർഗത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തിത്തരണമേ എന്ന് പറഞ്ഞ് ആമീൻ എന്ന് പറയാനുള്ള സമ്മതിച്ചില്ല. നേരായ മാർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി ചെയ്യണമെന്നാണ് അല്ലാഹു പറയുന്നത്. നേരായ മാർഗം ഏതാണെന്ന് അറിയാതെ അല്ല നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത്. നേരായ മാർഗം ഏതാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് അല്ലാഹു വ്യക്തമായി തന്നെ പറയാൻ ആവശ്യപ്പെടുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞാൽ പോരാ, വിശദീകരിക്കണം. അഥവാ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹിച്ചവരെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തു തരണം. ഇവിടെ അല്ലാഹു തആല ഖുർആന്റെയും ഹദീസിന്റെയും മാർഗത്തിലേക്ക് എന്നല്ല പറഞ്ഞത്. അതിന്റെ അർത്ഥം ഖുർആൻ ഹദീസ് സ്വീകരിക്കണ്ടെന്നല്ല. ഖുർആൻ ഹദീസും സ്വീകരിക്കണം, അതിൽ തർക്കമില്ല. എന്നാൽ ഖുർആനും ഹദീസും സ്വീകരിക്കേണ്ടതിന്റെ പ്രായോഗിക രീതി ഏതാ? അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കൾ അവരാണ് ഖുർആനും ഹദീസും അനുസരിച്ച് ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നത്. അവരെ മാർഗത്തിലൂടെ ഖുർആനും ഹദീസും സ്വീകരിക്കണം. അതിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരെ മാർഗത്തിലേക്ക് ചേർത്തു തരണം. പിന്നെയും അല്ലാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സൂറത്തുൻ നിസാഇന്റെ 69ാമത്തെ സൂക്തമാണ്. വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഹദീസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെയും റസൂലിനെയും പിന്തുടരുന്നുണ്ടെങ്കിൽ അവര് ആരുടെ കൂടെ ഉണ്ടായിരിക്കണം? നേർക്ക് നേരെ ഹദീസ് നോക്കുന്നവരല്ല, നേർക്ക് നേരെ ഖുർആൻ നോക്കുന്നവരല്ല. ഫഉലൈക മഅല്ലദീന, അവർ ഒരു വിഭാഗത്തിന്റെ കൂടെ വേണം. അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ചവരെ കൂടെ ഇവരുണ്ടായിരിക്കണം. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കളാലും സുദ്ദീഖുകളെ പോലുള്ള സുദ്ദീഖീങ്ങളെ കൂടെയും, അതുപോലെ രക്തസാക്ഷികളായ ശുഹദാക്കളുടെ കൂടെയും സ്വാലിഹീങ്ങളുടെ കൂടെയും ഇവരുണ്ടായിരിക്കണം.
അപ്പോഴാണ് ഇവർ ഖുർആനും ഹദീസും സ്വീകരിക്കുന്നവരാകുക. സ്വാലിഹീങ്ങളെയും ശുഹദാക്കളെയും സുദ്ദീഖീങ്ങളെയും സ്വഹബാക്കളെയും തള്ളി നേരെ ഖുർആനിലേക്ക്, നേരെ ഹദീസിലേക്ക്, അത് ഹിദായത്തിന്റെ മാർഗമല്ല. ഇനി നിങ്ങൾ നോക്ക്, അല്ലാഹു തആല പിന്നെയും പറയുന്നു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. സ്വഹാബ, നിങ്ങളെ നാം ഒരു മാതൃകാ സമുദായമാക്കി വാർത്തെടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതകൂനൂ ശുഹദാ അലന്നാസ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ഈ ദീനിന്റെ സത്യസാക്ഷികൾ നിങ്ങളാകാൻ വേണ്ടിയാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങൾക്ക് ഇതിനുള്ള സാക്ഷി അല്ലാഹുവിന്റെ റസൂലുമാണ്. ഇനി നിങ്ങളാണ് മറ്റുള്ളവർക്ക് ഇതിന്റെ സാക്ഷികളാകേണ്ടത്. അപ്പൊ സ്വഹാബാക്കൾ ദീനിന്റെ സത്യസാക്ഷികളാണ്, അവരെ പിന്തുടരുകയാണ് വേണ്ടത് എന്നല്ല പറയുന്നു. പിന്നെയും അല്ലാഹു തആല പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികളാകുന്ന മുഹാജിറുകളും അൻസാറുകളും, വല്ലദീന തബഊഹും, അവരെ പിന്തുടർന്നവരും, റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. വറളു അൻ, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തൽ അൻഹാർ. സർവ്വ സൗകര്യങ്ങളുമുള്ള സ്വർഗം അവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ആരാണ് സത്യത്തിന്റെ മാർഗത്തിൽ, ഹിദായത്തിന്റെ വഴിയിൽ, സ്വർഗത്തിന്റെ റൂട്ടിൽ? സ്വഹാബാക്കളും അവരെ പിന്തുടർന്നവരുമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായി? പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിക്കണമെങ്കിൽ തർക്കമില്ല. പക്ഷെ അത് സ്വീകരിക്കേണ്ടതിന്റെ പ്രായോഗിക രീതി സ്വഹാബാക്കൾ, താബിഈങ്ങൾ, ഇമാമിയങ്ങൾ അവരുടെ വ്യാഖ്യാനം അനുസരിച്ചുകൊണ്ട് ഖുർആനും ഹദീസും സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥ ഖുർആനിന്റെയും ഹദീസിന്റെയും ആളുകൾ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിരവധി ഹദീസുകളിൽ നമുക്ക് ഈ ആശയം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ സിൻതൈനി വസബഈന മില്ല. ബനു ഇസ്രായേലുകൾ 72 കക്ഷികളായി ഭിന്നിച്ചുപോയി. എന്റെ സമുദായം ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് 73 കക്ഷികളായി ഭിന്നിക്കും. അത് മുഴുവനും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദാ. അതിൽ ഒരു കക്ഷി മാത്രമേ സ്വർഗത്തിന്റെ റൂട്ടിലുള്ളൂ. നമ്മളിവിടെ ചിന്തിക്കണം. ചില ആളുകൾ പറയും, ഞാനൊരു സുന്നിയല്ല, മുജാഹിദല്ല, ജമാഅത്തല്ല, തബ്ലീഗല്ല, ഞാനൊരു മുസ്ലിമാണ്. അയാൾക്ക് എന്താണ് സുന്നി എന്നറിയില്ല, എന്താണ് വഹാബി എന്നറിയില്ല, എന്താ മുസ്ലിം എന്നും അറിയില്ല. സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 73 കക്ഷി ഉണ്ടാകും, എല്ലാം കണക്കല്ല, അത് മുഴുവനും നരകത്തിലാണ്, ഒന്നു മാത്രമേ സ്വർഗത്തിലുള്ളൂ. സ്വഹാബാക്കൾക്ക് വലിയ ആകാംക്ഷ. അവര് ചോദിച്ചു, നബിയെ, ഏത് വിഭാഗമാണ് സ്വർഗത്തിൽ ഉണ്ടാകുക? എങ്ങനെയാ നമ്മൾ അവരെ തെരഞ്ഞെടുക്കുക? നബി പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബാക്കളും നിലനിന്ന മാർഗം അതാണ്. അപ്പൊ സ്വഹാബാക്കളെ വ്യാഖ്യാനവും വിശദീകരണവും നോക്കാതെ നേർക്ക് നേരെ ഖുർആനിലേക്ക് പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് ഖുർആനില്ല, അയാൾക്ക് ഹദീസില്ല. സ്വഹാബാക്കളെ തള്ളി, താബീങ്ങളെ തള്ളി, ഇമാമീങ്ങളെ അവഗണിച്ച് ഒരു ഖുർആൻ ഹദീസും ഇവിടെ ഇല്ല. ഒരുപാട് ഹദീസുകൾ അതിന് ഇനിയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ യഅയിശ മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എന്റെ കാലശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ അവസരമുണ്ടായാൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഈ സമുദായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സമയത്ത് നിങ്ങൾ അഭിപ്രായ ഭിന്നതകളിൽപ്പെട്ട് നട്ടം തിരിയാതെ ഫഅലൈകും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യ നിങ്ങൾ പിന്തുടരുക. അഭിപ്രായ ഭിന്നത ഉണ്ടാകും. സ്വഹാബാക്കളെ വ്യാഖ്യാനം, അവരെ വിശദീകരണം, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഫാറക ജമാഅത്തൻ ഖീദ ശിബർ. ആരെങ്കിലും ഈ സ്വഹാബാക്കളുടെ ജമാഅത്തിനോട് രാജിയായാൽ, കൂടുതൽ വേണ്ട ഒരു ചാണിന്റെ കതിർ സ്വഹാബാക്കളുടെ വിശദീകരണം അവഗണിച്ചാൽ, ഫഖദ് ഖലഅ റിബഖത്തുൽ ഇസ്ലാമി മിൻ ഉനുഖിഹി. ഇസ്ലാമിനെ മുസ്ലിങ്ങളൊക്കെ ഒരു ചരടിൽ കോർത്തിട്ടുണ്ട് ഇസ്ലാം. ആ ചരടിൽ നിന്ന് ഇവന്റെ പെരടി ഒഴിവായി. അവൻ ഈ കോമ്പലയിൽ അവൻ പെടുന്നില്ല. കാരണം സ്വഹാബാക്കളാകുന്ന ചങ്ങലയിലൂടെയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു ചാണിന്റെ കതിർ മാറിപ്പോയോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും നേർക്ക് നേരെ സ്വന്തം അഭിപ്രായം വെച്ചുകൊണ്ട് ഖുർആൻ വിശദീകരിച്ചാൽ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. ആകെ പറഞ്ഞത് ഖുർആനും സുന്നത്തും, അതാണ് ഇസ്ലാമിന്റെ പ്രമാണം, തർക്കമില്ല. അത് സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? പ്രായോഗിക രീതിയിലാണ് തർക്കം. സുന്നികളല്ലാത്ത മുഴുവൻ കക്ഷികളും പറയുന്നു നേർക്ക് നേരെ ഖുർആൻ പരിശോധിക്കണം, ഹദീസ് പരിശോധിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ തെളിവ് പറയും. സുന്നികൾ പറയുന്നു നമ്മളെ വാദം അത് ഇമാമിങ്ങൾ, താബിഈങ്ങൾ, സ്വഹാബത്ത് ആ മാർഗത്തിലൂടെ അവര് വ്യാഖ്യാനിച്ചത് അനുസരിച്ച് മാത്രമേ ഖുർആനും ഹദീസും വിശദീകരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മളും പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, സ്വഹാബാക്കളെ സ്വീകരിക്കണം. അവരുടെ കയ്യിലാണ് നബി തങ്ങൾ ഖുർആൻ കൊടുത്തത്, അവരുടെ കയ്യിലെ ഹദീസ് കൊടുത്ത്, അതൊന്നും എഴുതി ഗ്രന്ഥത്തിലാക്കിയിട്ടല്ല റസൂലുള്ള വഫാത്തായത്. അപ്പൊ ആ സ്വഹാബാക്കളെ നമ്മൾ സമീപിക്കൽ നിർബന്ധിതരായി. സ്വഹാബാക്കളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഖുർആനും ഹദീസും പഠിക്കാം? അതിന് രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമ്മൾ അവരെടുത്ത് പോയി ചോദിച്ചു മനസ്സിലാക്കുക. പക്ഷെ ആ വഴി നമുക്ക് കിട്ടൂല, കാരണം നമ്മൾ ഒരുപാട് കാലപ്പുറമുള്ളവർ, അവരൊക്കെ മരിച്ചുപോയി. അതുകൊണ്ട് അവരിൽ നിന്ന് നേർക്ക് നേരെ നേരിട്ടുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും വിശദീകരണം പഠിക്കാൻ നമുക്ക് അവസരമില്ല. ഇനി വേറെ ഒരു മാർഗമുണ്ട്. അതേതാ? സ്വഹാബത്ത് കിറാം വളരെ വിശദമായി ഖുർആനും ഹദീസും അതിൽ നിന്ന് വരുന്ന മസ്അല മുഴുവനും സമഗ്രമായി എഴുതി ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ആ ഗ്രന്ഥം പരിശോധിച്ച് നമുക്ക് ഖുർആനും ഹദീസും പഠിക്കാമായിരുന്നു. പക്ഷേ സ്വഹാബാക്കൾ അതും ചെയ്തില്ല. പിന്നെ അവര് ചെയ്തതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മാതിരി തന്നെ പ്രായോഗികമായി താബിഈങ്ങൾക്ക് ഖുർആനും ഹദീസും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ ചെയ്തത്. അപ്പൊ നമ്മൾ എന്തിനു നിർബന്ധിതരായി? ആ സ്വഹാബാക്കൾ ആരെ കയ്യിലേക്കാണോ ഖുർആനും ഹദീസും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത് അവരെടുത്തു പോകണം. അവരാരാണ്? അവരാണ് താബിഈങ്ങൾ എന്ന് പറയുന്നവർ. ആ താബിഈങ്ങളെ സമീപത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവരിൽ നിന്നും ഖുർആനും ഹദീസും പഠിക്കാൻ നമുക്ക് ഈ രണ്ട് വഴിയാണ്. ഒന്നുകിൽ നേർക്ക് നേരെ അവരോട് ചോദിച്ചു പഠിക്കുക, അതിന് നമുക്ക് അവരെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ വഴി, അവര് പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും സമഗ്രമായ വ്യാഖ്യാനങ്ങൾ എഴുതി ക്രോഡീകരിച്ച പുസ്തകമാക്കി കിതാബാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ കിതാബ് അവലംബിച്ചാൽ മതി. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ദുർവ്യാഖ്യാനങ്ങളൊന്നും വരൂല. അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരായ സ്വഹാബത്ത് കിറാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ചില പണ്ഡിതന്മാർ, മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ ഖൂഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഏതാനും സ്വഹാബാക്കൾ ജീവിച്ചിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇനി ആ സ്വഹാബാക്കളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ തന്നെ സ്വഹാബാക്കളിൽ നിന്നും മതം പഠിച്ച താബിഈങ്ങളിൽ നിന്നും മതം പഠിച്ച പണ്ഡിതനാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിച്ചു എന്ന് മാത്രമല്ല, അവരിൽ നിന്നാണ് നമുക്ക് ദീൻ പഠിക്കാനുള്ളത്. അവരിൽ നിന്നും ഈ രണ്ട് വഴിയാണ്. ഒന്നുകിൽ അവരെ കണ്ട് ചോദിച്ചു പഠിക്കുക, നമ്മൾ അവരെ കാലത്ത് ജീവിച്ചവരല്ല. രണ്ടാമത്തെ വഴി, അവര് സമഗ്രമായി എഴുതി ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് ഖുർആന്റെ ഹദീസിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാം. അവിടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പൂർവകാലത്തുള്ളവർക്ക് വിരുദ്ധമായി എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് മഹാനവറുകൾ എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം വളരെ സമഗ്രമായി അത് ക്രോഡീകരിച്ച ബൃഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതി. ആ ഇമാം അവറുകളുടെ വിശദീകരണ ഗ്രന്ഥങ്ങളെ അവലംബിച്ചാൽ ഖുർആനും ഹദീസും നമുക്ക് ശാസ്ത്രീയമായി ഉൾക്കൊള്ളാനുള്ള മാർഗം അതായി. അതുപോലെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇതുപോലെ സമഗ്രമായി ക്രോഡീകരിച്ച ഗ്രന്ഥം എഴുതി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു സമഗ്രമായ ഗ്രന്ഥം എഴുതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകളും സമഗ്രമായ ഗ്രന്ഥം എഴുതി. ഖുർആനും ഹദീസും ജീവിതത്തിലൂടെ വ്യാഖ്യാനിച്ചതോടൊപ്പം
ഈ 4 പണ്ഡിതന്മാരും എന്തു ചെയ്തു? വിശദമായ ഗ്രന്ഥവും എഴുതി അതാ നമുക്ക് സംഭാവന ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ സ്വഹാബാക്കളുടെയും താബീങ്ങളുടെയും താബീങ്ങളുടെയും ഖുർആനിനും ഹദീസിനുമുള്ള വ്യാഖ്യാനം ഒരു വ്യത്യാസവുമില്ലാതെ പഠിക്കാനുള്ള ശാസ്ത്രീയവും പ്രാമാണികവുമായ അവസരം മദ്ഹബ് പിന്തുടരുന്നതിലൂടെ നമുക്ക് ലഭ്യമായി. അപ്പൊ മദ്ഹബ് സ്വീകരിക്കുന്നത് എന്തിനാണ്? ശരിയായ രീതിയിൽ ഖുർആനും ഹദീസും സ്വീകരിക്കാനുള്ള ഏക മാർഗം എന്ന നിലക്കാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആനും ഹദീസും സ്വീകരിക്കാനുള്ള വഴിയായി മദ്ഹബുകളെ നമ്മൾ അവലംബിക്കുന്നു. അത് ഇമാമിങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ സമഗ്രമായി ക്രോഡീകരിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളാണത്. അതേ സമയത്ത് തിരുത്തൽവാദികളായ വഹാബികൾ, മൗദൂദികൾ അവര് മുഴുവനും പറയുന്നത് എന്താ? ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ നമ്മൾ ഇമാമിങ്ങളെയോ സ്വഹാബാക്കളെയോ താബീങ്ങളെയോ ആരെയും പരിഗണിക്കാൻ പാടില്ല. പിന്നെന്ത് വേണം? നമ്മൾ നേർക്ക് നേരെ ഖുർആൻ, നേർക്ക് നേരെ ഹദീസ്. അതൊരാരോപണമായി പറയല്ല, വ്യക്തമായ തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് നോക്കൂ, ഇത് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പേരിൽ നമ്മളെ നാട്ടിലെ മുജാഹിദീങ്ങൾ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 98-ാമത്തെ പേജിൽ 19-ാമത്തെ വിഷയമായി അവതരിപ്പിക്കുന്നത് പ്രബോധന മൻഹജ്. ഇതിൽ എഴുതുന്നു, മത നിയമങ്ങൾ സ്ഥിരീകരിക്കാനുള്ള തെളിവുകളിലെ ഭിന്നത. വഹാബികൾ പിളർന്നപ്പം അവര് ഗൾഫ് സലഫിസവും നമ്മളെ നാട്ടിലെ സലഫിസവും എന്ന് പറഞ്ഞ 2 സലഫിസം ഉണ്ടായി. അപ്പൊ എന്താണ് ഇവര് തമ്മിൽ തെറ്റാനുള്ള കാരണം? ഗൾഫിലെ സലഫികളും നാട്ടിലെ സലഫികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ MI സുല്ലമി എന്ന മൗലവി എഴുതുകയാണ്, മത നിയമങ്ങൾ സ്ഥിരീകരിക്കാനുള്ള തെളിവുകളിലെ ഭിന്നത. മത നിയമങ്ങൾ സ്ഥിരീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന അടിസ്ഥാന തെളിവുകൾ ഖുർആനും സുന്നത്തുമാണ്. അവയിൽ ഗണ്യമായ വിധികളില്ലാത്ത കാര്യങ്ങളിൽ മതവിധി കണ്ടെത്താനുള്ള അവലംബമായി ഇജ്തിഹാദിനെ, ഗവേഷണത്തെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? ഖുർആൻ ഹദീസിലുണ്ടോ നോക്കും. അതിൽ വ്യക്തമായ വിധി ഇല്ലാത്ത വിഷയങ്ങളെ കണ്ടാലോ അവര് ഗവേഷണം ആരംഭിക്കും. അവരെ ഗവേഷണം നമുക്ക് പിന്നെ പറയാം. സ്വഹാബാക്കളും താബീങ്ങളും ഉൾപ്പെടെയുള്ള മുസ്ലിം ലോകത്തെ പണ്ഡിതരുടെ വീക്ഷണങ്ങളെ കുറിച്ച് മുജാഹിദുകൾ പഠനം നടത്താറുണ്ടെങ്കിലും അവയൊന്നും തെളിവുകളായി അംഗീകരിക്കാറില്ല. അതൊക്കെ പത്രം വായിക്കുന്ന മാതിരി വായിച്ചങ്ങ് പോലെ തെളിവാകില്ല. സ്വഹാബാക്കളും പണ്ഡിതന്മാരും പറഞ്ഞു തെളിവാക്കില്ല. അങ്ങനെ നേർക്കുന്നതിന് ഗവേഷണം നടത്തല. എന്നാൽ ഗൾഫ് സലഫികളുടെ നിലപാട് ഇതിൽ നിന്നും ഭിന്നമാണ്. കേരളത്തിലെ മുജാഹിദിന്റെ മാതിരിയല്ല ഗൾഫ് സലഫികൾ. അവർ ഖുർആനിലും നബിചര്യക്കും പുറമെ സ്വഹാബികളുടെ, പ്രത്യേകിച്ച് 4 ഖലീഫമാരുടെ ചര്യയും മത നിയമങ്ങൾ സ്ഥിരീകരിക്കാനുള്ള തെളിവായി പരിഗണിക്കുന്നു. സ്വഹാബികളുടെ വാക്കുകളും കർമ്മങ്ങളും തെളിവായി സ്വീകരിച്ചിരുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ മദ്ഹബിനോടുള്ള ആഭിമുഖ്യമാകാം ഇതിനു കാരണം. എന്നിട്ട് പറയാം, ഖുലഫാഉർ റാഷിദയുടെ വീക്ഷണം പോലും തെളിവായി അംഗീകരിക്കാത്ത കേരളത്തിലെ മുജാഹിദുകളുമായി ഗൾഫിലെ സലഫികൾക്ക് പല കാര്യങ്ങളിലും ഇതുമൂലം അഭിപ്രായ വ്യത്യാസമുണ്ടായി. വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക്, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം തുടങ്ങിയവയിലുള്ള അന്തരം ഇങ്ങനെ ഉണ്ടായവയാണെന്ന് പറയാം. അപ്പൊ എന്തായി? നമ്മളെ നാട്ടിലെ മുജാഹിദുകള് സ്വഹാബാക്കളെ വിശദീകരണം സ്വീകരിക്കൂല, താബീങ്ങളെ വ്യാഖ്യാനം അംഗീകരിക്കൂല. ഗൾഫിലെ സലഫികൾ അങ്ങനെയല്ല, അവര് സ്വഹാബാക്കളെ അംഗീകരിക്കും. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇജ്മാഅായി ഒരു സ്വഹാബി പോലും എതിരഭിപ്രായം പറയാതെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. സ്വഹാബാക്കളെ അംഗീകരിക്കാത്തതുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുന്നില്ല. കേരളത്തിലെ മുജാഹിദുകൾ പറയാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് 10,000-കണക്കിന് സ്വഹാബികൾ ഇജ്മാഅായ വിഷയമാണ് ജുമാക്ക് 2 ബാങ്ക്. പക്ഷെ സ്വഹാബാക്കളെ വ്യാഖ്യാനം ഇസ്ലാമിൽ തെളിവായി നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ട് ആ 2 ബാങ്ക് നമ്മൾ എടുക്കുന്നില്ല. നിർലജ്ജം കേരളത്തിലെ വഹാബി എഴുതുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വഹാബാക്കളെ ഇവർ അംഗീകരിക്കൂല എന്നുള്ള തെളിവുകൾ. ഇത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്റെ നാട്ടുകാരൻ കൂടിയായ അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട്, അയാൾ എഴുതിയ ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പിയാണ്. ഇതിലെന്താ പറയുന്നത്? സ്വഹാബാക്കളെ പറ്റി അയാൾ എഴുതുക,
സ്വഹാബത്ത് അറബി അറിയാത്തവരോട് അറബിയിൽ ഖുതുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. തെളിയിക്കാൻ കഴിയുന്ന അയാൾക്ക് എന്നിട്ട് അയാൾ പറയാം, ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നതും ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും തെളിവാകുകയില്ല. ഏത്? സ്വഹാബാക്കളെ പ്രവൃത്തി ദീനിൽ തെളിവല്ല. അപ്പൊ സ്വഹാബാക്കളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞവരാണ് കേരളത്തിലെ വഹാബികൾ. തീർന്നില്ല, ഇത് നോക്കൂ നിങ്ങൾ. 1959 ഒക്ടോബർ 5-ാം തീയതി ഇറങ്ങിയ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ മാസിക. ഈ അൽമനാറിൽ പി മുഹമ്മദ് കുട്ടശ്ശേരി ഒരു ലേഖനം എഴുതുന്നു. ഇസ്ലാമിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ, ഇതിൽ സ്വഹാബാക്കളെ സംബന്ധിച്ചുള്ള ഇവരെ സമീപനം, അവരുടെ അഭിപ്രായം വളരെ വ്യക്തമായി എഴുതുന്നു. മുസ്ലിങ്ങളിൽ അന്ധവിശ്വാസം അരക്കിട്ടുറപ്പിക്കുകയും അവരെ പ്രവൃത്തികളെ ദുഷിപ്പിക്കുകയും ചെയ്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇസ്രായേലി കഥകളാണ്. മുസ്ലിം ഗ്രന്ഥങ്ങളിൽ അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമായി ഏതെല്ലാം പ്രസ്താവനകളുണ്ടോ അവയുടെ എല്ലാം തുടക്കം ഒന്നുകിൽ ഇസ്രായേലി കഥകളോ അല്ലെങ്കിൽ വ്യാജ നിർമ്മിതമോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിച്ചത് ഇസ്രായേലി കഥകളാണ് നാമുകമായി എഴുതിയിട്ട്, ഇനി ആ ഇസ്രായേലി കള്ളക്കഥകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ആരാ? ഇവര് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. 2 കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഒന്ന്, ഇസ്ലാമിന്റെ ആരംഭ ദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ചു കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഏത് പള്ളിയിൽ? മദീനത്തെ പള്ളിയിൽ. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത്. അപ്പൊ ഇസ്ലാം നശിക്കാനുണ്ടായ കാരണം ഇസ്രായേലി കള്ളക്കഥ കടന്നുകൂടിയതാണ്. അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ ആദ്യം വേദി ഒരുക്കിയതാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത്. പിന്നെ അത് പ്രചാരം കിട്ടിയതോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലത്ത്. എന്നിട്ട് എഴുതുകയാണ്, തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. തമീമുദ്ദാരി എന്ന് പറഞ്ഞ പ്രമുഖനായ ഒരു സ്വഹാബിയാണ്. ഈ കള്ളക്കഥ കടത്തിക്കൂട്ടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഈ സ്വഹാബിയാണ് അത്രേ. എന്നിട്ട് പറയാണ്, വഹബ് ബിൻ മുനബ്ബഹും ഈ കൂട്ടത്തിൽപ്പെട്ട കഥാകാരൻ തന്നെയാണ്. എന്നാൽ മൂന്നാമത്തെ ദേഹമായ കഅബുൽ അഹ്ബാറിൽ നിന്നാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിച്ചിരിക്കുന്നത്. കേട്ടോളൂ ഇനി. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ 1-ാം സ്ഥാനം അർഹിക്കുന്ന അബൂ ഹുറൈറയുമാണ് കഅബിൽ നിന്നും ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തതെന്ന് വരുമ്പോൾ ഇസ്ലാമിൽ ഈ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് തോളത്ത് കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആന വഅല്ലിംഹു തഅ്വീൽ. പടച്ചവനെ, ഈ കുട്ടിക്ക് നീ ഖുർആനും അതിന്റെ വ്യാഖ്യാനവും പഠിപ്പിച്ചു കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃപുത്രനാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് തങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഇസ്രായേലിലേക്ക് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തു. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കള്ളക്കഥ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ആളാണ്. തമീമുദ്ദാരി അതിന്റെ സ്ഥാപക നേതാവാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇതിന് മദീന പള്ളിയിൽ വേദി ഒരുക്കിയ ആളാണ്. അതിന് കൂടുതൽ പ്രചാരം കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ ഇവരെ കയ്യിലല്ലേ ഖുർആൻ കൊടുത്തത്, ഇവർക്കല്ലേ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തത്. ഈ സ്വഹാബാക്കളെ വിശ്വാസത്തിലെടുക്കാത്തൊരു വിഭാഗത്തിന് എവിടെ നിന്നാണ് ഖുർആൻ കിട്ടുക? എവിടെ നിന്നാണ് ഹദീസ് കിട്ടുക? ഈ സ്വഹാബാക്കളിലൂടെ അല്ലാതെ കിട്ടിയ ഖുർആന്റെ കോപ്പി ഇവരെ കയ്യിലുണ്ടോ? ഈ സ്വഹാബത്ത് പറഞ്ഞതല്ലാത്ത വല്ല ഹദീസും ഇവരെ കയ്യിലുണ്ടോ? ഈ സ്വഹാബാക്കളെ തള്ളി നേർക്കുനേരെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് എന്ന് പറഞ്ഞു പോകാൻ ഏത് ഖുർആനാണ് ഇവരെ കയ്യിലുള്ളത്? ഇബ്ലീസ് കൊടുത്ത ഖുർആനായിരിക്കില്ലേ? ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത ഹദീസ് ആയിരിക്കില്ലേ? അള്ളാഹുവിന്റെ ഖുർആനും അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസും സ്വഹാബാക്കൾ മുഖേനയല്ലാതെ നമുക്ക് കിട്ടിയിട്ടില്ല. അവരെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ അംഗത്വമല്ല.
ഇതാണ് തിരുത്തൽവാദികൾ സ്വഹാബാക്കളെ കുറിച്ച് വെച്ചു പുലർത്തുന്ന സമീപനം. അവര് നേർക്ക് നേരെ ഈ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നമ്മൾ ചിന്തിക്കുക, ലോകത്ത് ഇസ്ലാമിലെ ഏത് പണ്ഡിതരുണ്ടോ അവരൊക്കെ പ്രാമാണികമായും ശാസ്ത്രീയമായും ഖുർആനും സുന്നത്തും അംഗീകരിക്കാനുള്ള മാർഗമായി മദ്ഹബിനെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരൊറ്റ പണ്ഡിതനെയും മദ്ഹബിന്റെ പേരിലല്ലാതെ ലോകത്ത് നമുക്ക് കാണിക്കാൻ കഴിയില്ല. സാക്ഷാൽ ഇബ്നു തൈമിയെ പോലും അദ്ദേഹം പൂർണ്ണമായി മദ്ഹബ് തള്ളിയ ഒരാളല്ല. ഭാഗികമായി ഏതാനും വിരലിലെണ്ണാവുന്ന വിഷയങ്ങളിൽ മാത്രമാണ് മദ്ഹബിന്റെ അതിർവരമ്പിൽ നിന്ന് അയാൾ പുറംചാടിയത്. ഇബ്നുൽ ഖയ്യിം, സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹം മദ്ഹബിന്റെ ഉള്ളിൽ ഒതുങ്ങി പ്രവർത്തിക്കണമെന്ന് വാദിച്ച ഒരാളായിരുന്നു. കേരളത്തിലെ വഹാബികളെ പോലെ പൂർണ്ണമായും വളയമില്ലാതെ ചാടുന്ന ഒരു വിഭാഗത്തെ ലോകത്ത് നമുക്ക് വേറെ കാണാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പണ്ഡിതനും മദ്ഹബിന്റെ പേരിലല്ലാതെ ലോകത്ത് അറിയപ്പെട്ടിട്ടില്ല. എല്ലാവരും മദ്ഹബുള്ളവരാണ്. ഈ കാണുന്ന പുസ്തകം മുജാഹിദുകൾ ഇറക്കിയ പുസ്തകം, ഷാഫി മദ്ഹബ് ഒരു സമഗ്ര പഠനം. എടവണ്ണുള്ള സലാം മൗലവിയാണ്, സുല്ലമിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതില് അദ്ദേഹം തന്നെ പറയാൻ സുന്നികൾക്കെതിരെ മദ്ഹബിന്റെ കിതാബുകൾ തന്നെ എടുത്ത് തെളിവുദ്ധരിക്കാൻ വേണ്ടി ഇയാൾ പറയുന്ന കൂട്ടത്തിൽ ഈ പുസ്തകത്തിന്റെ 69ാമത്തെ പേജില് അയാൾ എഴുതുന്നത് കണ്ടോളൂ. എന്താ എഴുതുന്നത്? ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അതിലെഴുതുക, ശാഫിഈ മദ്ഹബിനെ പ്രഗൽഭ ഹദീസ് പണ്ഡിതനായ ഇമാം ബുഖാരിയും യാഥാസ്ഥിക വിഭാഗം വളരെയധികം ആദരിക്കാറുള്ള ഇമാം സുബ്കിയും ഈ സംഗതി വ്യക്തമാക്കുന്നു. എന്താ എഴുതുന്നത്? 3 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടുള്ള ഇമാമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഷാഫി മദ്ഹബിലെ പ്രഗൽഭ ഹദീസ് പണ്ഡിതനാണെന്നാണ് ആര് പറയുന്നത്? സലാം സുല്ലമി എന്ന് പറയുന്നത്. എന്തേ അവര് നേർക്കുനേരെ ഗവേഷണം നടത്താൻ പോവാതിരുന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് മദ്ഹബ് സ്വീകരിച്ചു? വിവരമുള്ളത് കൊണ്ട്. മറ്റൊരുക്കോ വിവരം ഇല്ല എന്ന വിവരവും ഇല്ലാത്തത് കൊണ്ട് അവർ മദ്ഹബ് തള്ളി. ഇമാം അവർക്കറിയാം ശാസ്ത്രീയമായി ഖുർആൻ ഹദീസ് സ്വീകരിക്കാനുള്ള വഴി മദ്ഹബിന്റെ ഇമാമികൾ അംഗീകരിക്കലേ മാർഗമുള്ളൂ. കാരണം അവരാണ് കൂടുതൽ ഹദീസ് പഠിച്ചത്, അവരാണ് സ്വഹാബാക്കളുടെയും താബിഈങ്ങളിൽ നിന്നും ഇസ്ലാം പഠിച്ചത്. അവർക്കറിയുന്നത് പോലെ നമുക്ക് അറിയില്ല. അവരുടെ വ്യാഖ്യാനമാണ് ശരിയായ വ്യാഖ്യാനം എന്ന് മനസ്സിലാക്കി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാമുന ശാഫി റളിയല്ലാഹുവിന്റെ ശിഷ്യന്റെ ശിഷ്യനാണ്, ശാഫി മദ്ഹബ് സ്വീകരിച്ച പണ്ഡിതനാണ്. ഇനി കേട്ടോളൂ, ഇതേ ബുക്കിൽ ഇതിന്റെ 74ാമത്തെ പേജിൽ പറയുന്നു ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ശാഫി മദ്ഹബുകാരനാണ്. ഇതേ പുസ്തകത്തിന്റെ 30ാമത്തെ പേജിൽ പറയുന്നു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഇമാം ബൈഹഖി ശാഫി മദ്ഹബുകാരനാണ്. ഇബ്നു ഹുസൈമയെ സംബന്ധിച്ച് ശാഫി മദ്ഹബുകാരനാണെന്ന് 32ാമത്തെ പേജിൽ പറയുന്നു. ഇബ്നു ഹജറുൽ അസ്കലാനി 73ാമത്തെ പേജിൽ പറയുന്നു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശാഫി മദ്ഹബുകാരനാണെന്ന് 44, 47, 175 പേജിൽ പറയുന്നു. ഇമാം റാസി ശാഫി മദ്ഹബുകാരനാണെന്ന് 175ാമത്തെ പേജിൽ പറയുന്നു. ഒരൊറ്റ ഇമാമും മദ്ഹബ് സ്വീകരിക്കാത്ത ഒരു ലോകത്തില്ല. എന്തേ കാരണം? അതാണ് ഖുർആനും ഹദീസും സ്വീകരിക്കാനുള്ള ശാസ്ത്രീയമായ പ്രാമാണികമായ മാർഗം എന്ന് അവർക്കൊക്കെ അറിയാം. മാത്രമല്ല, ഇനി കേട്ടോട് നിങ്ങൾ, നമ്മളെ കേരളത്തിലെ മുജാഹിദുകൾ എന്ന് എഴുതി നമുക്ക് കാണാം. ഇത് മുജാഹിദുകളുടെ മുഖപത്രമായ ശബാബ് വാരിക, വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ശബാബ് വാരിക. ഇതിലൊരു ചോദ്യം കേട്ടു. യുവത പ്രസിദ്ധീകരിച്ച മുജാഹിദ് പ്രസ്ഥാനവും വിമർശകരും എന്ന പുസ്തകത്തിൽ തറാവീഹ് നമസ്കാരത്തിന്റെ എണ്ണം 11 റക്അത്താണെന്ന് ബുഖാരി മുസ്ലിം ഉൾപ്പെടെ പല ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നു മുജാഹിദ് ബുക്കിൽ. എന്നാൽ ഇവിടെ മക്കയിലും മദീനയിലും തറാവീഹ് നമസ്കാരം 20 റക്അത്താണ് നടക്കുന്നത്. സ്വഹീഹായ ഹദീസ് ഉള്ളപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാം 20 റക്അത്ത് നമസ്കരിക്കുന്നത്? മുഹമ്മദ് നസീർ, സൗദി അറേബ്യ. അപ്പൊ മുജാഹിദുകൾ എഴുതിയ ബുക്ക് നോക്കുമ്പോൾ ബുഖാരിന്റെ മുസ്ലിമിന്റെ ഒക്കെ ഹദീസ് എന്തിനാ തെളിവ്? 8 റക്അത്ത് നമസ്കരിക്കാനാണ്. എന്നാൽ ഇയാൾ ഈ ബുഖാരി മുസ്ലിം ഒക്കെ മക്കയിലും മദീനയിലും ഇല്ലേ? മുജാഹിദിന്റെ ഒരു പ്രവർത്തകന്റെ സംശയമാണ്. അങ്ങനെ ബുഖാരി മുസ്ലിം ഹദീസ് ഉണ്ടായിരിക്കുക എന്താണ് ഇവിടെ 20 നിസ്കരിക്കുന്നത്? അപ്പൊ അതിനുള്ള മറുപടി കേട്ടോട് ഉത്തരം, എല്ലാ നമസ്കാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച വിധത്തിൽ തന്നെ നിർവഹിക്കണമെന്ന് നിഷ്കർഷതയുള്ളവർ മുസ്ലിം ലോകത്ത് താരതമ്യേന കുറവാണ്. 2-3 ആളാ.
നബിതങ്ങൾ ചെയ്തതുപോലെ താല്പര്യമുള്ളവരാരുമില്ല. മദ്ഹബ് കിതാബുകൾ പ്രകാരം അനുഷ്ഠിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ മദ്ഹബി പണ്ഡിതന്മാർക്കായിരുന്നു നിർണായക സ്വാധീനം. സൗദി ഭരണകൂടം പല കാര്യങ്ങളും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചെങ്കിലും ചിലത് മഹാഭൂരിപക്ഷം വരുന്ന മദ്ഹബുകാരുടെ താല്പര്യം മാനിച്ച് പഴയ അവസ്ഥയിൽ നിലനിർത്താൻ അനുവദിക്കുകയാണ് ഉണ്ടായത്. തറാവീഹ് ആ കൂട്ടത്തിൽ പെടുന്നു. എന്താ ഇതിൽ നിന്ന് തിരിഞ്ഞത്? ഒന്ന്, മുസ്ലിം ലോകത്തിന്റെ മുഖ്യധാര അത് മദ്ഹബ് സ്വീകരിച്ച് ജീവിക്കലാണ്. അതേ രീതിയിൽ തന്നെ ഇവര് പല പരിഷ്കരണങ്ങളും നടത്തിയെങ്കിലും തറാവീഹിന്റെ കാര്യത്തിൽ മഹാഭൂരിപക്ഷത്തെ പരിഗണിച്ച് ആ പഴയ നില അവിടെ തന്നെ നിലനിർത്തിയതാണ്. അപ്പൊ പണ്ടേ തറാവീഹ് അവിടെ തന്നെ നടന്നു വരുന്നത് സഹബാക്കളുടെ കാലം മുതൽക്ക് 20 അത് അവിടെ നിലനിർത്തിയതാണ്. അപ്പോ ഇതാണ് മുസ്ലിം ലോകത്ത് മഹാഭൂരിപക്ഷവും ഇന്നും മദ്ഹബ് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. അതിൽ ആർക്കും തർക്കല്ല. തിരുത്തൽവാദികൾ ഈ വളയം ഭേദിച്ച് പുറത്തു ചാടിയത് ദീനിന്റെ പേരിൽ തോന്നിവാസം പറയാനാണ്. അതിന്റെ ചെറിയ ചില ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ കാണാം. ഇവിടെ നമ്മൾ നോക്കുക, അങ്ങനെ സ്വഹാബാക്കളെ തള്ളി മദ്ഹബിന്റെ ഇമാമിങ്ങളെയും തള്ളി ഇവര് സ്വന്തം ഗവേഷണത്തിന് വേണ്ടി ഇറങ്ങാൻ. അത് നമുക്ക് ഇനി കാണാം. എന്നാൽ അതിന്റെ ഇടക്ക് നിങ്ങൾ ചിന്തിക്കുക, ഈ രീതിയിൽ ഇവര് മദ്ഹബിനെ തള്ളി നേർക്ക് നേരെ ഖുർആനും ഹദീസും മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞിറങ്ങുമ്പം അവര് സുന്നികൾക്കെതിരെ മദ്ഹബിനെ കളിയാക്കി പല ആരോപണങ്ങളും ഉന്നയിക്കാൻ. ഒന്നാമത്തെ ആരോപണം എന്താ? സാധാരണക്കാരോട് ഇവർ ചോദിക്കും, ഖുർആൻ ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ എല്ലാവരും ആ ഒന്ന് തന്നെയാണ്, പിന്നെ എങ്ങനെ മദ്ഹബ് 4? ശരിയാണല്ലേ, ഒരു ഖുർആൻ 4 മദ്ഹബ്, അതെങ്ങനെ ശരി? അപ്പൊ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങി നമ്മൾ ഒന്നാകണ്ടേ എന്നാണ് ഇവര് ചോദിക്കുക. അപ്പൊ ഇപ്പൊ നമുക്ക് അതിന് മറുപടിക്ക് പ്രയാസമൊന്നുമില്ല. ഖുർആൻ ഒന്നല്ലേ ഉള്ളൂ, മുജാഹിദ് എങ്ങനെ 2ആയി? ഖുർആൻ ഒന്നല്ലേ, മുജാഹിദ് 2ആം പാടില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഗൾഫിൽ ഉള്ള വേറൊരു മുജാഹിദ് ഉണ്ടായിരുന്നു, 3 മുജാഹിദായി. ഗൾഫിൽ തന്നെ ഇപ്പൊ 2 മുജാഹിദുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ ഒരു കൂട്ടരും അല്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടരും മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഇപ്പം ഗൾഫിലുണ്ട്, ഗൾഫിലെ സലഫിയുടെ കൂട്ടത്തിൽ. അപ്പൊ അവരെങ്ങനെ കൂടുതലായി പോയി? ഖുർആൻ ഒന്നല്ലേ ഉള്ളൂ, തിരിച്ചു ചോദിച്ചാൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ വസ്തുതാപരമായി വിഷയത്തെ ഉൾക്കൊള്ളുകയും വേണം. ഇവിടെ ഖുർആൻ ഒന്നാണെങ്കിലും എങ്ങനെ മദ്ഹബ് 4 ഉണ്ടായി? ഒരിക്കലും വിശുദ്ധ ഖുർആനിലും ഹദീസിലും വ്യക്തമായി നസ്സായി ഒരു മസ്അല പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് തർക്കമുണ്ടാകുകയില്ല. കാരണം ഖുർആനും ഹദീസും വ്യക്തമായി പറഞ്ഞതാണോ, അതിൽ തർക്കമില്ല. പിന്നെ തർക്കമുണ്ടാകൽ ഏത് കാര്യത്തിലാണ്? വ്യക്തമായി പരാമർശിക്കാത്ത വിഷയങ്ങൾ വന്നാൽ അതിൽ തർക്കം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു? അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാലും ഹറാമും ഖുർആനിലൂടെയും ഹദീസിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ബൈനഹുമാ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. ഇനി അവക്കിടയിൽ വിധി വ്യക്തമായി പരാമർശിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. ലോകത്ത് വരാനുള്ള മുഴുവൻ മസ്അലകളും ഓരോന്ന് എണ്ണി പറഞ്ഞ് ഇതിന്റെ വിധി ഇതാണ്, ഇതിന്റെ വിധി ഇതാണെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ എഴുതിയാലും ഒരു ഗ്രന്ഥം പൂർത്തിയാകൂല. അപ്പോൾ വ്യക്തമായി പറഞ്ഞതുണ്ട്, വ്യക്തമാക്കാത്ത വിഷയങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ലാ യഅലമുഹാ കസീറുൻ മിനന്നാസ്, അധിക ആളുകൾക്കും വ്യക്തമാക്കാത്തതിന്റെ വിധി കണ്ടെത്താൻ കഴിയൂല. അപ്പൊ കുറഞ്ഞ ആളുകൾക്ക് അത് കണ്ടെത്താൻ കഴിയും. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, മഫ്ഹൂമു ഖൗലിഹി കസീറുൻ എന്ന വാചകത്തിന്റെ അർത്ഥം അന്ന മഅരിഫത ഹുക്മിഹാ മുംകിനുൻ ലാകിൻ ലിൽ ഖലീൽ മിനന്നാസ് വഹുമുൽ മുജ്തഹിദൂൻ. ആ മസ്അല വ്യക്തമായി പറയാത്ത വിഷയങ്ങളെ മസ്അല അത് അറിയുന്നവരുണ്ടാവും, പക്ഷേ അത് ജനങ്ങളിൽ കുറച്ച് ആളെ ഉണ്ടാവൂ. അവരാണ് മുജ്തഹിദീങ്ങൾ, പണ്ഡിതന്മാർ, ഗവേഷണ പുടുക്കളായ പണ്ഡിതന്മാർ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ വ്യക്തമായി പരാമർശിക്കാത്ത വിഷയങ്ങളിലാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ നേരിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക. അത് ശാഖാപരമായ അഭിപ്രായ വ്യത്യാസം അത് സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് നമ്മളെ ഹന്തക് യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കൾ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്.